എല്ലാവർക്കും നമസ്കാരം. പ്രമേഹമുള്ളവർ ഉരുളക്കിഴങ്ങ് കഴിക്കാമോ? അപ്പൊ കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുന്നത് നമുക്കറിയാം മണ്ണിനടിയിൽ വരുന്നതാണ്, അപ്പൊ സ്റ്റാർച്ചിയാണ്. പക്ഷെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്ന ഉണ്ടാക്കുന്ന വിധം അനുസരിച്ചിട്ട് അതിനകത്തുള്ള ന്യൂട്രിറ്റി കണ്ടന്റിനകത്തും ഒത്തിരി മാറ്റങ്ങൾ വരും. അപ്പോൾ 100 ഗ്രാമുള്ള പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, 100 ഗ്രാമുള്ള ഫ്രഞ്ച് ഫ്രൈസ്, 100 ഗ്രാമുള്ള പൊട്ടാറ്റോ ചിപ്സ്, അതിന്റെ ന്യൂട്രിറ്റി കണ്ടന്റ് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അപ്പൊ 100 ഗ്രാം പുഴുങ്ങിയ കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കലോറി കണ്ടന്റ് ഏകദേശം 93. നമ്മുടെ 100 ഗ്രാമുള്ള ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുകയാണെങ്കിലോ കലോറി കണ്ടന്റ് വർദ്ധിക്കുന്നു, 300 മേലെ പോകുന്നു. പൊട്ടാറ്റോ ചിപ്സിലോ കലോറീസ് 500 മീതെ പോകുന്നു. ഒരേ കണ്ടന്റ് ഉള്ള പൊട്ടാറ്റോ ആകുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും ക്രമാതീതമായി പുഴുങ്ങിയ പൊട്ടാറ്റോയിൽ 23 ഗ്രാം ആണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിൽ അത് 40-ലോട്ടും മറ്റേ പൊട്ടാറ്റോ ചിപ്സിലോട്ട് 50-ലോട്ടും കിടക്കുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും വർദ്ധിക്കുന്നു. ഫാറ്റ് കണ്ടന്റോ തീർച്ചയായിട്ടും നമുക്ക് പുഴുങ്ങിയ പൊട്ടാറ്റോയിൽ ഏറ്റവും കുറവ് ഫാറ്റ് കണ്ടന്റും മറ്റേത് വറക്കല്ലേ ഫ്രഞ്ച് ഫ്രൈസ്, അപ്പൊ തീർച്ചയായിട്ടും ഫാറ്റ് കണ്ടന്റ് വർദ്ധിക്കുന്നു. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് വറക്കുന്നതാണ്, അത് ക്രമാതീതമായി ഫാറ്റ് കണ്ടന്റും വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഉപ്പിന്റെ അംശമോ നമ്മുടെ പുഴുങ്ങിയ പൊട്ടാറ്റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിന്റെ അംശം വളരെ കുറവും, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൽ നോക്കുമ്പോഴത്തേക്കും ഉപ്പിന്റെ അംശം വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പൊട്ടാറ്റോ ചിപ്സിനാകുമ്പോഴത്തേക്കും ഉപ്പിന്റെ അംശം ഏകദേശം 500 മില്ലിഗ്രാമിലോട്ട് തന്നെ കടക്കുന്നതിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് കഴിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കാം. പക്ഷെ അതിന്റെ ഉണ്ടാക്കുന്ന വിധം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മറ്റ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ, അരി, ഗോതമ്പ്, റവ, മൈദ, സേമിയ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ പരമാവധി അതിന്റെ അളവ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളുടെ കിഴങ്ങ് പ്രിയനായ പ്രമേഹമുള്ളവർ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.